നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠ രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. തന്ത്രിക്ക് ജാമ്യം നൽകരുത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് SIT. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലെ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എന്നാൽ തന്ത്രിയെ കേസിൽ കുടുക്കിയതാണെന്നും അദ്ദേഹത്തിന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് പ്രതിഭാഗം വാദം ഉന്നയിക്കുന്നത്. തന്ത്രിക്ക് ജാമ്യം നൽകുന്നതിനെ അന്വേഷണ സംഘം ശക്തമായി എതിർക്കുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തന്റെ ആത്മീയ പരിവേഷവും ഉന്നത സ്വാധീനവും ഉപയോഗിച്ച് സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നും SIT മുന്നറിയിപ്പ് നൽകുകയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം അനിവാര്യമാണ്. ആചാര ലംഘനം നടത്തി ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തിയ തന്ത്രിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT വ്യക്തമാക്കുന്നു. മാത്രമല്ല, തന്ത്രി നിഷ്കളങ്കനല്ല എന്നാണ്, അതായത് വിഷയത്തിൽ തന്ത്രിക്കെതിരെ BJP നേതാവ് ഡോക്ടർ KS രാധാകൃഷ്ണൻ നടത്തിയ പ്രതികരണം ഏറെ നിർണായകമായി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു KS രാധാകൃഷ്ണന്റെ പ്രതികരണം. അദ്ദേഹം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ: 2019 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളിലെ വെറും ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി വ്യാജ മഹസർ ചമച്ച 10 അംഗ പട്ടികയിൽ ഒന്നാമൻ തന്ത്രിയാണെന്നാണ് രാധാകൃഷ്ണന്റെ ആരോപണം. മാത്രമല്ല, ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞതാണെന്ന വസ്തുത തന്ത്രിക്ക് അറിയാമായിരുന്നു. മുൻപ് 38 കിലോ തങ്കം ഉപയോഗിച്ച് സ്വർണം പൊതിഞ്ഞപ്പോഴും രാജീവർ തന്നെയായിരുന്നു തന്ത്രി. ഇത് മറച്ചുവെച്ചത് സ്വർണ്ണ കവർച്ചയ്ക്ക് കളമൊരുക്കാനാണ് എന്നും രാധാകൃഷ്ണൻ ആരോപിച്ചു. ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച വ്യക്തിക്ക് തന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും തന്ത്രിക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ, അത് കിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 13ാം പ്രതിസ്ഥാനത്താണ് തന്ത്രിയുള്ളത്. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് കേസ് പരിഗണിക്കും. കേസിൽ അറസ്റ്റ് ചെയ്യാൻ തക്കൊരു കുറ്റവും റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് തന്ത്രി ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. അനുജ്ഞ വാങ്ങാതെ സ്വർണം പൊതിഞ്ഞ പാളികൾ കൊടുത്തുവിട്ടു എന്നതാണ് പ്രധാന ആരോപണം. ചോദ്യം ചെയ്യലിൽ ഇക്കാര്യത്തിലുള്ള വിശദീകരണം SITക്ക് നൽകിയിട്ടുണ്ട്. അനുജ്ഞാ പൂജ നടത്താൻ ആവശ്യപ്പെട്ട് ബോർഡ് നിയമപ്രകാരം കത്ത് നൽകിയിരുന്നില്ല. ഒപ്പം പാളികൾ കൊടുത്തുവിട്ടു എന്ന ആരോപണവും ശരിയല്ല. ക്ഷേത്ര ഉടമ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. കട്ടിളപ്പാളികൾ സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് ബോർഡാണ്. തന്ത്രി പ്രവർത്തിക്കുന്നത് ബോർഡ് നൽകുന്ന നിർദ്ദേശം പാലിച്ചാണ്. ഭരണ ചുമതലയല്ല, ദേവപൂജയുമായി ബന്ധപ്പെട്ട താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് തന്ത്രിയുടെ ജോലി. അതിനാൽ പൂജാവിധികളുടെ കാര്യത്തിലല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ ബോർഡ് തീരുമാനത്തെ എതിർക്കാൻ തന്ത്രിക്ക് അധികാരമില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി. അതേസമയം തന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് പാളികൾ കൊടുത്തുവിട്ടതെന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വാദം ശരിയല്ലെന്ന് SIT തന്നെ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇത് സാധൂകരിക്കുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല എന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചത്. ദ്വാരപാലക ശില്പപാളികൾ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടണമെന്ന് താൻ ആവശ്യപ്പെട്ടതായോ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതായോ ഏതെങ്കിലും വിധത്തിൽ ലാഭമുണ്ടാക്കിയതായോ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമില്ല. കട്ടിളപ്പാളി കേസിലാണ് തന്ത്രി അറസ്റ്റിലായത്. ദ്വാരപാലക പാളി കേസിലും അറസ്റ്റിന് സാധ്യതയുണ്ട്. തന്ത്രിയുടെ വാദങ്ങളെ SIT ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പാണെങ്കിലും ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യം ജാമ്യം കിട്ടുന്ന ആളാകും തന്ത്രിക്ക് ജാമ്യം കിട്ടിയാൽ അത് SITക്കും സർക്കാരിനും വലിയ തിരിച്ചടിയാകും. അതിനാലാണ് കേസുമായി തന്ത്രിയെ ബന്ധിപ്പിക്കാൻ പറ്റുന്ന തെളിവ് തേടി SIT കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ മുണ്ടൻകാവിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. കട്ടിളപ്പാളി കേസിൽ ജാമ്യം കിട്ടിയാൽ ദ്വാരപാലക പാളി കേസിൽ അറസ്റ്റ് ഉണ്ടായേക്കും. അതേസമയം കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. കേസിൽ പ്രതിചേർക്കപ്പെട്ട ദിവസം മുതൽ KP ശങ്കർദാസ് ആശുപത്രിയിലാണ്. മകൻ SP ആയതിനാലാണോ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതെന്നും ഹൈക്കോടതിയുടെ നിർണായകമായ ചോദ്യം. എന്തൊക്കെ അസംബന്ധങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്, ഇതിനോടൊന്നും യോജിക്കാനാവില്ല എന്നും ഹൈക്കോടതിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതി ഇത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെയും ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാനത്ത് ദേവസ്വം ബോർഡെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് ചോദ്യം. ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയുടെ പല ഭാഗങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് പരാമർശിച്ചതിലായിരുന്നു ഹൈക്കോടതിയുടെ നിർണായക ചോദ്യം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ജസ്റ്റിസ് A. ബദറുദ്ദീൻ ആണ് ഹർജികൾ പരിഗണിച്ചത്. ഹർജി പരിഗണിക്കുന്നതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഹൈക്കോടതി വിമർശിച്ചു. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുക എന്നതാണ് പോറ്റിയുടെ ലക്ഷ്യം. പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തിരിക്കുന്ന ആളാണെന്നും ഹൈക്കോടതി പറഞ്ഞു.
മാത്രമല്ല ഈ SITയെ ഹൈക്കോടതി വിമർശിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. നേരത്തെയും 2 തവണ ഹൈക്കോടതി SITയെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പോലീസിന്റെ അന്വേഷണ രീതിയെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കേസിൽ അന്വേഷണം തണുപ്പൻ രീതിയിലാണോ മുന്നോട്ട് പോകുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. പ്രതികളായ പത്മകുമാറിന്റെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് പരാമർശം നടത്തിയത്. പ്രതികൾക്കിപ്പോൾ ജാമ്യം നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കുകയും കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും പിടികൂടേണ്ടതുണ്ട് എന്നും കോടതി വിമർശിച്ചിരുന്നു. മറ്റൊരു ബെഞ്ചിന്റെ പരാമർശം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ അവധിക്കാല ബെഞ്ച് നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ പത്മകുമാറിന്റെ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകൾ അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കുന്നതിനായി റെഗുലർ ബെഞ്ചിലേക്ക് മാറ്റിയിരുന്നു. കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ പ്രതികൾ പരസ്പരം പഴിചാരുന്ന രീതിയിലുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. സ്വർണ്ണ കവർച്ച കേസിൽ തനിക്ക് പങ്കില്ലെന്നാണ് ഗോവർദ്ധൻ കോടതിയെ അറിയിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഭീഷണിപ്പെടുത്തിയതായാണ് സ്വർണം പിടിച്ചെടുത്തതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ക്രമക്കേടുകൾ നടത്തിയതെന്നും ഇയാൾ ആരോപിച്ചു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് നിയമവിരുദ്ധമായി അനുമതി നൽകിയെന്നും ഗോവർദ്ധന്റെ വാദം. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൈമാറിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്തമില്ലെന്നാണ് പത്മകുമാർ കോടതിയിൽ പറഞ്ഞത്. ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഇതിൽ കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ഇയാൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗൗരവകരമായ ആരോപണങ്ങളാണ് കേസിന് ആധാരം. ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും പങ്കിനെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു. കോടതിയുടെ പുതിയ നിരീക്ഷണത്തോടെ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ, കർശനമായ നടപടികളോ ഉണ്ടാകുമെന്നാണ് ഇന്ന് സൂചന. അതിനനുസരിച്ച് തന്നെ കോടതി വിമർശിക്കുന്നു. അതിന് പിന്നാലെ തന്നെ നിർണായകമായ മറ്റു ചില അറസ്റ്റുകൾ ഉണ്ടാകുന്നു. തന്ത്രിയുടെ അറസ്റ്റ് വരെ കേസ് എത്തി നിൽക്കുകയാണ്. തണുപ്പൻ രീതിയൊക്കെ മാറിയിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതി വിമർശിച്ചതിന് പിന്നാലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയുണ്ടായി. 2019 ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിയെടുക്കുന്നതിനുള്ള അപേക്ഷ ആദ്യം നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സുപ്രധാന തീരുമാനമെടുത്തതെന്നും അന്വേഷണത്തിൽ വ്യക്തമാണ്. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നതരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. സ്വർണം കടത്തുന്നതിനും അതിൽ കൃത്രിമം നടത്തുന്നതിനും ഉന്നത തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് SIT പ്രധാനമായും പരിശോധിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി കിട്ടിയിരുന്നു. 2 CAമാരെ കൂടി ഉൾപ്പെടുത്താനായി ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് അനുമതി നൽകിയിരുന്നു. അധിക ജോലിഭാരം ലഘൂകരിക്കണമെന്നും അതിനായി 2 ഉദ്യോഗസ്ഥരെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയിൽ ഉപഹർജി നൽകുകയായിരുന്നു. ഈ ഉപഹർജി പരിഗണിച്ചാണ് അന്വേഷണ സംഘം വിപുലീകരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത്. ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള കുറവ് അന്വേഷണത്തെ ബാധിക്കുന്നുവെന്നായിരുന്നു SITയുടെ വാദം. ഹൈക്കോടതി നൽകിയ അന്വേഷണ കാലാവധി ജനുവരിയോടെ അവസാനിക്കും. അതിനു മുമ്പ് അന്വേഷണം പൂർത്തിയാക്കുക എന്നതാണ് SITയുടെ നീക്കം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.